നിങ്ങളിൽ ആരൊക്കെ ബോബ ലവേഴ്സ് ഉണ്ട്? ഞാൻ ആദ്യമായിട്ട് ബോബ ടീ കുടിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാട്ടോ. ബാംഗ്ലൂർ കമ്മനഹള്ളിയിൽ നിന്നായിരുന്നു. അതിനുശേഷം എനിക്ക് ബോബ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് ട്രയൽ തന്നെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് കഴിച്ചത്. അതിനുശേഷം കുറേ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചോക്ലേറ്റും കോഫി ഒഴിച്ചാൽ ബോബയിൽ ഒന്നും അങ്ങോട്ട് മാച്ചിങ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പുതിയത് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണ നമ്മൾ ബോബ കുടിക്കാൻ വന്നേക്കുന്നത് ട്രിവാൻഡ്രത്ത് കവടിയാർ TTC ജംഗ്ഷനിലാണ് കേട്ടോ. ഇത്തവണ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബോബയിൽ തന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ടി ഫ്ലേവേഴ്സ് ഉണ്ട്. അതായത് സ്ട്രോബെറി ഉണ്ട്, കിവി ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. നോർമലി നമ്മൾ കാണുന്ന എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഹണി ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ് എടുത്തത്. അത് ഏത് ടേസ്റ്റിൽ വരും, എന്ത് കളറായിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും ജസ്റ്റ് ഒരു ട്രയൽ ആയിരുന്നു. അപ്പോൾ കിട്ടിയ കളറ് ഒരു പിസ്ത ഗ്രീൻ കളറായിരുന്നു. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ആദ്യമായിട്ട് ബോബ കഴിക്കുന്ന ആളുണ്ട്. പൊന്നൂസ് ആദ്യമായിട്ടാട്ടോ ബോബ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഹണി ഡ്യൂ എന്ന് പറഞ്ഞ ഫ്ലേവർ അത്ര അങ്ങോട്ട് പോരാ. പക്ഷെ ബോബ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ മോശം എന്നൊന്നും പറയാനില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ചോക്ലേറ്റ് ഓർ കോഫി ആയിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേനെ. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ അതാണ് നല്ലതെന്നൊരു തോന്നലാണ്. പിന്നെ ഇതാ പോപ്പിംഗ് ബോബയും ചൂയിങ് ബോബയും ഉണ്ട്. ഹണി ഡ്യൂ ഫ്ലേവറിൽ വന്നത് ചൂയിങ് ബോബയാണ്. അത് ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ കുടിക്കുന്നത് പോപ്പിംഗ് ബോബ വന്നിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിനകത്ത് ഈ ബോബ നമ്മൾ ജസ്റ്റ് വായിൽ ടച്ച് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടും. അങ്ങനെ ഒരു ചെറിയ നേരിയൊരു ട്രാൻസ്പെറൻറ്റ് കളറിലുള്ള ഒരു ബോബയാണ്. അതിനേക്കാൾ എനിക്കിഷ്ടം ചൂയി തന്നെയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിന് എന്തായാലും ഫസ്റ്റ് ട്രയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഹണി ഡ്യൂ ഫ്ലേവർ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. നമ്മൾ എന്തായാലും മുകളിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചോക്ലേറ്റ് ഫ്ലേവറിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിനാണ് ശരിക്കും ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ ബോബ ടീയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയ സമയത്ത് കുറച്ച് നേരത്തിനുള്ളിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്നത് മോമോസ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ബംഗാളിൽ ഇഷ്ടംപോലെ മോമോസ് എപ്പോഴും കഴിക്കുന്നതാണ്. എന്നാലും ഞാനൊരു മോമോസ് ലവർ തന്നെയാണ്. മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ സച്ചിൻ്റെ ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ പാർട്ട് ഫുഡ് അടി തന്നെയായിരിക്കും. ഇനി വരും വീഡിയോസിൽ എന്തായാലും നമ്മൾ ലീവിലായതുകൊണ്ട് തന്നെ ഈ ഫുഡ് അടിയൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇനി അങ്ങോട്ട്.